ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 5.1-ന്റെ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. കൺസിഡർ ടു പോസ്റ്റുലേറ്റ്സ് ഗിവൺ ബിലോ. Given any two distinct points A and B, there exists a third point C which is in between A and B. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഗിവൺ എനി ടു ഡിസ്റ്റിങ് പോയിൻറ്റ്സ് എ ആൻഡ് ബി. അപ്പം പോയിൻ്റ് എയും പോയിൻ്റ് ബിയും രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിൻറ്റ്സ് ആണ്. ദർ എക്സിസ്റ്റ് എ തേർഡ് പോയിൻറ്റ് സി വിച്ച് ഈസ് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. അപ്പോൾ പോയിൻ്റ് സിയും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എവിടെയാണ്? ബിറ്റ്വീൻ എ ആൻഡ് ബി. എയുടെയും ബിയുടെയും ബിറ്റ്വീൻ ആണ് പോയിൻ്റ് സി വരുന്നത്. അടുത്ത പോസ്റ്റുലേറ്റ് എന്താണ്? ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് 3 പോയിൻറ്റ്സ് ദാറ്റ് ആർ നോട്ട് ഓൺ ദ സെയിം ലൈൻ. 3 പോയിൻറ്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ എങ്ങനെയല്ല? സെയിം ലൈനിലല്ല. അപ്പോൾ ദിസ് ഈസ് ലൈൻ എ ബി. 3ഉം സെയിം ലൈനിലല്ല, അതുകൊണ്ട് സി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ലൈനിൻ്റെ വെളിയിലെടുക്കാം. ഡു ദീസ് പോസ്റ്റുലേറ്റ്സ് കണ്ടെയ്ൻ എനി അൺഡിഫൈൻഡ് ടേംസ്. ഈ പോസ്റ്റുലേറ്റ്സിൽ ഏതെങ്കിലും അൺഡിഫൈൻഡ് ടേംസ് ഉണ്ടോ എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ആർ ദീസ് പോസ്റ്റുലേറ്റ്സ് കൺസിസ്റ്റൻറ്റ്. ഇത് കൺസിസ്റ്റൻ്റ് ആണോ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഡു ദേ ഫോളോ ഫ്രം യൂക്ലിഡ്സ് പോസ്റ്റുലേറ്റ്സ്? എക്സ്പ്ലെയിൻ. ഇത് യൂക്ലിഡ്സ് പോസ്റ്റുലേറ്റ്സ് ആണോ ഫോളോ ചെയ്യുന്നത് എന്നും ക്വസ്റ്റ്യൻ ഉണ്ട്. ആണെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? ഡു ദീസ് പോസ്റ്റുലേറ്റ്സ് കണ്ടെയ്ൻ എനി അൺഡിഫൈൻഡ് ടേം. അപ്പോൾ അൺഡിഫൈൻഡ് ടേം എന്താണ് എന്ന് നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നമ്മൾ പഠിച്ചിരുന്നു. എന്തൊക്കെയായിരുന്നു? പോയിൻ്റ്, ലൈൻ, പ്ലെയിൻ, ഇങ്ങനെയുള്ളതെല്ലാം എന്താണ്? അൺഡിഫൈൻഡ് ടേംസ് ആണ്. എന്തുകൊണ്ടാണ് അൺഡിഫൈൻഡ് ടേംസ് എന്ന് വിളിക്കുന്നത്? ഇപ്പോൾ പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ എന്ത് പറയാം? വിച്ച് ഹാസ് നോ പാർട്ട് എന്ന് പറയാം. അപ്പോൾ അതിലെ പാർട്ട് എന്നുള്ള വേർഡിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. പാർട്ടിനെ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? വിച്ച് ഓക്യുപ്പൈ ഏരിയ എന്ന് പറയാം. അപ്പോൾ ഏരിയയെ വീണ്ടും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു ലോങ് ചെയിൻ ആയിട്ട് ഇത് പോവും. അതുകൊണ്ട് മാത്തമാറ്റീഷ്യൻ അങ്ങനെയുള്ള വേർഡുകളെ അൺഡിഫൈൻഡ് ടേംസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള ടേമുകൾ ഇതിലുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. ഉണ്ടല്ലേ? ഫസ്റ്റ് വണ്ണിൽ പോയിൻ്റ് ഉണ്ട്, സെക്കൻഡ് വണ്ണിൽ ലൈൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തു പറയാം? യെസ്, ദീസ് പോസ്റ്റുലേറ്റ്സ് കണ്ടെയ്ൻ അൺഡിഫൈൻഡ് ടേംസ് സച്ച് ആസ് പോയിൻ്റ് ആൻഡ് ലൈൻ. അപ്പോൾ ഞാനിത് എഴുതാൻ പോയി കഴിഞ്ഞാൽ വീഡിയോ ഒത്തിരി ലെങ്തി ആയിപ്പോവും. അതുകൊണ്ടാണ് ഇതിങ്ങനെ നോട്ട്സായിട്ട് എഴുതാനുള്ളതായതുകൊണ്ടാണ് ഞാൻ ആൻസർ ഓൾറെഡി ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കിട്ടി. ഇനി അടുത്ത എന്താണ്? ആർ ദീസ് പോസ്റ്റുലേറ്റ്സ് കൺസിസ്റ്റൻറ്റ്. ഇത് കൺസിസ്റ്റൻ്റ് ആണോ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആണല്ലേ? ദീസ് പോസ്റ്റുലേറ്റ്സ് ആർ കൺസിസ്റ്റൻറ്റ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ഡീൽ വിത്ത് 2 ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. ഇത് വ്യക്തമായിട്ട് 2 ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ആണ് എന്ന് നമുക്ക് ഈ പോസ്റ്റുലേറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് എന്ത് പറയാം? ഇത് കൺസിസ്റ്റൻ്റ് ആണ് എന്ന് പറയാം. ആദ്യത്തേതിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 2 ഡിസ്റ്റിങ് പോയിൻറ്റുകൾ തന്നിട്ടുണ്ട്. അതിൽ തേർഡ് പോയിൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് എയ്ക്കും ബിക്കും ബിറ്റ്വീൻ ആണ് എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തേതിൽ പറയുന്നുണ്ട് 3 അറ്റ്ലീസ്റ്റ് 3 പോയിൻറ്റ്സ് എക്സിസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അത് സെയിം ലൈനിലല്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ 2 ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ പോസ്റ്റുലേറ്റ്സ് എന്താണ്? കൺസിസ്റ്റൻ്റ് ആണ്. ഇത് യൂക്ലിഡ് പോസ്റ്റുലേറ്റ്സ് ആണോ ഫോളോ ചെയ്യുന്നതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യന് എന്തെഴുതാം? ദീസ് പോസ്റ്റുലേറ്റ്സ് ആർ കൺസിസ്റ്റൻറ്റ് ബിക്കോസ് ദേ ഡീൽ വിത്ത് 2 ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ആസ് says that given 2 points A and B, there is a point C lying on the line in between them. അടുത്തത് whereas second one says that given points A and B, you can take point C not lying on the line through A and B. അത് ഞാനിവിടെ നിങ്ങളെ വരച്ച് കാണിച്ചിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റിന് നിങ്ങൾ ആൻസർ ഇങ്ങനെ എഴുതുക കേട്ടോ. ഇനി മൂന്നാമത്തത് യൂക്ലിഡ് പോസ്റ്റുലേറ്റ്സ് ആണോ ഫോളോ ചെയ്യുന്നത്? അല്ല, അല്ലേ? യൂക്ലിഡ് പോസ്റ്റുലേറ്റ്സ് എന്താണ്? ഇത് യൂക്ലിഡ് ആക്സിയം ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്യുന്നത്. എന്താണ്? ഗിവൺ 2 ഡിസ്റ്റിങ് പോയിൻറ്റ്സ് ദർ ഈസ് എ യുണീക്ക് ലൈൻ പാസസ് ത്രൂ ദം. 2 ഡിസ്റ്റിങ് പോയിൻറ്റുകളിലൂടെ ഒരു യുണീക്ക് ലൈൻ പാസ് ചെയ്യപ്പെടും. ഇതെന്താണ്? പോസ്റ്റുലേറ്റ് അല്ല, ആക്സിയമാണ് കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ ആൻസർ എന്താണ്? നോ എന്നാണ്. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആക്സിയം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കണം.
മനസ്സിലായല്ലോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി 4th ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.